കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത ദീപക് എന്ന കോഴിക്കോട് സ്വദേശിയുടെ മരണം ഒരു കേവലം ആത്മഹത്യയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതൊരു കൊലപാതകമാണ്. നക്കാപ്പിച്ച ഡോളറിനു വേണ്ടി ഒരു ക്രൂരയായ സ്ത്രീ നടത്തിയ അതിദാരുണമായ കൊലപാതകമാണ് ദീപകിന്റേത്. സോഷ്യൽ മീഡിയയിൽ റീച്ചിനായി ശരീരത്തും കൊണ്ടും മറ്റുള്ള പല കാര്യങ്ങൾ കൊണ്ടും റീച്ചിനായി പലരും പല അഭ്യാസങ്ങളും നടത്തുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം യാദൃശികമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്നെ ഒന്ന് മുട്ടുമോ ചേട്ടാ എന്ന രീതിയിൽ ഉദ്ദേശപൂർവ്വം ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ കുട്ടി വീഡിയോ എടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് ആ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ സംഭവങ്ങളെല്ലാം ഒത്തുകൂടി നോക്കുമ്പോൾ ഒരു കാര്യം വളരെ കൃത്യമാണ്. സോഷ്യൽ മീഡിയയിൽ വൈറലാവാൻ വേണ്ടി അതിലൂടെ നക്കാപ്പിച്ച ഡോളർ കിട്ടി ക്ലാപ്പനായ ഭർത്താവിനെയും മക്കളെയും അച്ഛനെയും അമ്മയെയും പോറ്റാമെന്ന ഉദ്ദേശത്തോടെ ഒരു പെണ്ണ് നടത്തിയ ഒരു കൃത്യമായ നാടകമായിരുന്നു ഈ സംഭവം എന്നത് എല്ലാവർക്കും വളരെ സിമ്പിൾ ആക്കി മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് അവസാനം എന്തായി? ആ മനുഷ്യൻ മരിച്ചു. അല്ല, അയാളെ കൊന്നു. കേവലം കൊലപാതകമല്ല, സമൂഹത്തിന്റെ മുന്നിൽ അപമാനിച്ചു കൊന്നു. വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി രാഷ്ട്രീയക്കാർ നീതിക്ക് നിലക്കാത്ത രീതിയിൽ സ്ത്രീ കേന്ദ്രീകൃത നിയമങ്ങൾ ഉണ്ടാക്കുന്നു. കോടതികൾ നിസ്സഹായരാകുന്നു. അതിനിടയിൽ നിരപരാധികളായ പാവം പുരുഷന്മാർ കേവലം റീച്ചിന് വേണ്ടി അവരെ ചില നക്കാപ്പിച്ച ഡോളറും നക്കി തിന്നാൻ വേണ്ടി ചില പെണ്ണുങ്ങൾ ബലിയാടാക്കുന്നു. കുടുംബങ്ങൾ തകരുന്നു. കുട്ടികൾ അനാഥരാകുന്നു. പലരും മരണത്തിന്റെ വഴി തിരഞ്ഞെടുക്കുന്നു. ചിലർ ഉശിരോടെ പൊരുതുന്നു. ഇത് സ്ത്രീ സുരക്ഷയല്ല, ഇത് സാമൂഹിക അന്യായമാണ്. ഈ വ്യാജ ആരോപണം എന്ന് പറഞ്ഞാൽ അതൊരു ആയുധമാണ്. കത്തിയേക്കാൾ, തോക്കിനേക്കാൾ മൂർച്ചയുള്ള, വാളിനേക്കാൾ മൂർച്ചയുള്ള ആയുധം. ഒരു മനുഷ്യന്റെ ജീവിതം, ജോലി, കുടുംബം, മാനസിക ആരോഗ്യം ഇതെല്ലാം തകർക്കാനുള്ള ശേഷി ഈ വ്യാജ ആരോപണം എന്ന ആയുധത്തിനുണ്ട്. ഒരു യഥാർത്ഥ സ്ത്രീ പീഡനം നമ്മുടെ നാട്ടിൽ നടന്നു കഴിഞ്ഞാൽ ആളുകളെ ഇന്ന് അത് സംശയത്തോടെ മാത്രമേ ഇനി മുതൽ കാണുകയുള്ളൂ. ആ ഇരയുടെ നിലവിളി സമൂഹം ഏറ്റെടുക്കാൻ പോലും പലപ്പോഴും ഇത്തരം വൈറൽ സ്റ്റണ്ട് ഫെമിനിസ്റ്റുകൾ നശിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികളുടെ അവസ്ഥയെ കൂടിയാണ്. ഈ സംഭവത്തിൽ നടന്നത് സ്ത്രീ സുരക്ഷ എന്ന പേരിൽ ഒരു നിരപരാധിയെ ഹരാസ്മെന്റ് കേസിൽ കൊടുക്കാൻ നടത്തിയ ഒരു സോഷ്യൽ മീഡിയ പരീക്ഷണം മാത്രമാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി. ആ പെണ്ണിനെതിരെ നിയമ നടപടിയാണ് എടുക്കേണ്ടത്. ഈ പറയപ്പെട്ട പെൺകുട്ടി നിരവധി രാഷ്ട്രീയക്കാരുടെയും മറ്റും കൂടെ നിന്ന് സെൽഫി എടുത്ത ഫോട്ടോകൾ അവരുടെ പ്രൊഫൈലിൽ അനവധി ലഭ്യമാണ്. അത്തരം രാഷ്ട്രീയക്കാരോടാണ് ഞാൻ പറയുന്നത്. ഈ കുട്ടിയുടെ വീട്ടിലുള്ള അവരുടെ അച്ഛനോടും ആങ്ങളമാരോടും എന്തിന് ഭർത്താവ് എന്ന് പറഞ്ഞു നടക്കുന്ന ക്ലാപ്പനോട് ഉൾപ്പെടെ ഒരു ആൺകുട്ടി ഉണ്ടെങ്കിൽ അവനോട് ഉൾപ്പെടെ ഞാൻ പറയുകയാണ്, നാളെ ഇവർക്ക് വീട്ടിൽ റീച്ച് കുറയും. അന്നേരം ഇവർ വരിക നിങ്ങളുടെ നേരായിരിക്കും. പ്രത്യേകിച്ച് രാഷ്ട്രീയ നേതാക്കളെ നിങ്ങൾ സൂക്ഷിച്ചോ. നിങ്ങളുടെ അടുക്കളയിലും റീച്ച് കുറഞ്ഞാൽ ഇവളെത്തും. സൂക്ഷിക്കുക. എല്ലാവരും കൃത്യമായ അകലം പാലിക്കുക. മാറ്റി നിർത്താൻ സാധിക്കുമെങ്കിൽ മാറ്റി നിർത്തുക.